അമ്മയുടെ ഇഡ്ഡലി ഇത്രയും സോഫ്റ്റ് ആവാനും ദോശ നല്ല ക്രിസ്പി ആവാനുള്ള കാരണത്തിൻ്റെ ഒരു റീസണാണ് നമ്മുടെ തണുത്ത വെള്ളവും ഐസ് ക്യൂബ്സും. അരയ്ക്കുമ്പോൾ അത് ചേർത്ത് അരച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ഇഡ്ഡലി കിട്ടും. പിന്നെ ഞാൻ എൻ്റെ സ്പെഷ്യലായ വറുത്തരച്ച സാമ്പാറാണ് ഇന്നത്തെ. നമ്മളത് ലഞ്ചിനും എടുക്കാം, ബ്രേക്ക്ഫാസ്റ്റിനും എടുക്കാം. കുറച്ച് മെനക്കെട്ട സംഭവമാണെങ്കിലും മൊത്തത്തിൽ ഇന്ന് എഴുതിയേക്കാൻ നന്നായി വൈകിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കണ്ട സാമ്പാർ തേങ്ങയിൽ വെള്ളം ചേർക്കാതെ അരച്ച മിക്സാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് ഇതുപോലെ സാമ്പാർ വെക്കുമ്പോൾ. അതിൻ്റെ കൂടെ എപ്പോഴും തോരനിൽ സ്പെഷ്യലായ ക്യാബേജും പിന്നെ മത്തി പൊരിച്ചതും മുട്ട ഓംലെറ്റും ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ദിവസത്തിൻ്റെ സ്പെഷ്യലായ സംഭവങ്ങൾ. ഇപ്പം മത്തി കിട്ടുമ്പോൾ മത്തിക്ക് മുട്ടയും കൂടി ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് 2 in 1 ആണ്. അത് ഇഷ്ടപ്പെടുന്നവർക്ക് അത് കൊടുക്കും. പിന്നെ ഓംലെറ്റ് ആക്കി. പിന്നെ അമ്മയുടെ സ്പെഷ്യലായിട്ടുള്ള ഇഡ്ഡലി കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. മോന് സ്നാക്കായിട്ട് ഇന്ന് മാങ്ങയാണ്. അപ്പോൾ ഒരാൾക്ക് ദോശ വേണം, ഒരാൾക്ക് ഇഡ്ഡലി വേണം. ഇതൊക്കെ പലതരത്തിലാക്കി വരുമ്പോഴേക്കും സമയം ഒരുപാട് അങ്ങ് വൈകി. ചെറിയ ആൾക്കുള്ള പനിയും എഴുന്നേക്കാനുള്ള ലേറ്റ് ആവലും ഒക്കെ ഇന്ന് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നാളെ കാണാം.